അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. കോടതിയിൽ സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ് കുഞ്ഞിക്കദിയ. കാരണം മറ്റൊന്നുമല്ല, തെളിവുകളെല്ലാം ഇവിടെ നികത്തിക്കഴിഞ്ഞു. ഹോ, ഇപ്പോഴാണ് ഒന്ന് സമാധാനമായത്. ഇനിയൊന്ന് നല്ലപോലെ ഒന്ന് ജീവിക്കണം. ഒരു ശല്യങ്ങളും ഇല്ലാതെ ഒറ്റക്ക് അങ്ങോട്ട് ജീവിക്കണം. അതാണ് വേണ്ടത്. എന്തായാലും വേണ്ടിയില്ല. സമാധാനമായിക്കണ്. ഒരുപാട് കള്ളത്തരങ്ങളൊക്കെ കുഞ്ഞിക്കതയെ ചെയ്ത് കൂട്ടിക്കണ്. അതിനൊക്കെ രക്ഷപ്പെടുന്ന തോന്നുന്നത്. നോക്കട്ടെ കോടതിൻ്റെ വിധിയും കാര്യങ്ങളൊക്കെ. അതിൻ്റെ ഭാഗ്യം പോലെയാണ്. അല്ലെങ്കിൽ ഞാൻ വലിയ ഭാഗ്യക്കാരി തന്നെയാണ്. കണ്ടില്ല, ജഡ്ജി വരെ എൻ്റെ മുഖത്തൊക്കെ പുഞ്ചിരിക്കുന്നുണ്ട്. കാരണം ഞാൻ തെറ്റൊന്നും ചെയ്യാത്ത ആളല്ലേ. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ചെറിയ തെറ്റൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ജഡ്ജി പുറത്തോളും. മൂപ്പർക്ക് ഇപ്പോൾ പൊന്നും മണ്ടക്കാണ്ട് നിധി കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ ജഡ്ജിക്കും വല്ലാത്തൊരു തൃപ്തി ആയിക്കണ്. മൂപ്പർക്കും കുറച്ച് കിട്ടുമെന്ന് കരുതിയിട്ടേക്കും. ഏതായാലും വല്ലാത്ത ജാതി. എന്തും പറഞ്ഞാലും വിശ്വസിച്ചോളും. ഇനിയിപ്പോൾ നോണായാലും മണ്ടിയില്ല, കള്ളത്തരായാലും മണ്ടിയില്ല, കോടതി എന്തുകൊണ്ട് വിശ്വസിക്കും. പ്രത്യേകിച്ച് പെണ്ണുങ്ങൾ പറഞ്ഞാൽ വല്ലാത്തൊരു പുതുമന്നെ. ഞാൻ ഇപ്പോൾ ഉമ്മട്ടം കരഞ്ഞ് നുളവിളിച്ച് പറഞ്ഞപ്പോൾ പോലെ വിശ്വസിച്ചിക്കണ്. ഏതായാലും കുറേ ആണുങ്ങളെ കൊടുക്കണ്ടല്ലേ ഈ പെണ്ണുങ്ങൾ അല്ലേ. ഒന്ന് രണ്ട് വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മൂപ്പരെ പോലെ ആണുങ്ങൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോലും ജയിലിൽ കൊണ്ടുപോലും എന്താ ഏതൊരു അന്വേഷണം കാര്യമൊന്നും ഇല്ല തോന്നുന്നുണ്ട്. ഏതായാലും നടക്കട്ടെ. പിന്നെ എന്നെ വലിയ വർത്താനമൊന്നുമില്ല. ഓലെന്ത് ചെക്ക് ചെയ്യാൻ ഞാൻ നല്ലോ മണ്ണിൽ കുഴപ്പിച്ച് പെരട്ടിയെ വെച്ചിക്കണ് പണ്ടൊക്കെ. അത് ഓൽക്ക് അങ്ങനെയൊക്കെ ഓലിപ്പോൾ ഏതായാലും അതേ വിചാരിക്കുള്ളൂ. ഇനിയിപ്പോൾ ഓൽക്ക് മാണിച്ച് എത്രച്ച കൊടുക്കുകയും ചെയ്യാം. പിന്നെ നിധി കിട്ടിയെന്ന് കണ്ടപ്പോൾ പോലീസുകാർ കണ്ടില്ലേ എന്നോട് തോന്നിയത്. കാരണം ഓൽക്കൊരു കിട്ടുമല്ലോ. പിന്നെയെന്ന് വെച്ചാൽ വെറുതെ ഇപ്പോൾ പോലീസുകാരായാലും വക്കീലന്മാരായാലും എല്ലാവരും പൈസക്കും വേണ്ടിയല്ലേ നടക്കണത്. അപ്പം പിന്നെ പൈസക്കും വേണ്ടി നടക്കുമ്പോൾ ഓൽക്കിപ്പോൾ അതിനും വലിയ പൊന്നും പണ്ടും കിട്ടും. അതന്നല്ലേ ഇപ്പം അത് പൊന്നിൻ്റെയൊക്കെ വില എന്താണ്. ഏതായാലും കേസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിക്കാണ് എനിക്കിപ്പോൾ അതേ നടക്കുള്ളൂ. വേറെ ഒന്നും അല്ല. അപ്പോൾ എന്താ കാട്ടണ, കുറച്ച് കണ്ട് ചിലവാകും. എന്നാലും ഇപ്പം ഒന്ന് ഉണ്ടാക്കിക്കൂടെ, അതിനൊന്നും ബേജാറില്ലല്ലോ. എന്നാൽ നവാസും ഷമ്മാസുമൊക്കെ ഓരോന്നെന്തോ സംസാരിക്കുന്നുണ്ട്. ഷാമോനെ, എന്താ കാര്യങ്ങളൊക്കെ? എനിക്കെന്ത് തോന്നുന്നത്, ചിലപ്പോൾ അവർ ഓരോന്നില്ലാത്ത കള്ളക്കേസുകളിനെ കുടുക്കിയിട്ട് ഞാൻ പോയാലും പിന്നെ സംരക്ഷിക്കണം കേട്ടോ അവരൊക്കെ. പിന്നെ ഫസിനെയും മക്കളെയും ആയാലും ഇപ്പോൾ സൗദൊക്കെ എന്താ വെച്ചാൽ അങ്ങനെയും പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, കുഞ്ഞുവിൻ്റെ കല്യാണം ഒന്ന് നടത്തി കൊടുക്കണം കേട്ടോ. ഓനക്ക് ഏതാച്ചാൽ ഇഷ്ടപ്പെട്ട പെൺകുട്ടി മെസ്സിരി വരികയാണെങ്കിൽ അവളെ തന്നെ ആയിക്കോട്ടെ. ഓൾക്ക് അങ്ങനെ ഒരു ഇഷ്ടം എന്നുണ്ടെങ്കിൽ നമ്മൾ നടത്തി കൊടുക്കണമല്ലോ. കാരണം പ്രായപൂർത്തിയായ മക്കളാണ്. അത് മാത്രമല്ല അവർ നല്ല ഹലാലായ ബന്ധമല്ല ആഗ്രഹിക്കണത്, അല്ലാതെ ഒളിച്ചോടി പോകണമെന്നോ അങ്ങനെയൊന്നുമല്ലല്ലോ. അപ്പോൾ അതൊന്ന് ഷാമോനെ ഈയനെ നടത്തി കൊടുക്കാം കേട്ടോ. എനിക്കൊരു പക്ഷേ എന്തൊക്കെ പറയാൻ പറ്റില്ല എൻ്റെ അവസ്ഥ എന്ന് വെച്ചാൽ. കാരണം ഞാൻ പീഡിപ്പിച്ചെന്നോ ഗർഭിണിയെ പീഡിപ്പിച്ചെന്നോ അങ്ങനത്തെ രീതിയിലൊക്കെ പല കേസും എൻ്റെ പേരിൽ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കേട്ടോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അതൊക്കെ അല്ലടാ. കാരണം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ സിറ്റുവേഷൻ പല നിരപരാധികളും ജയിലിൽ കിടക്കുന്നുണ്ട്. അവരൊരു തെറ്റും ചെയ്യാത്തവരൊക്കെ അതിലുണ്ട്. അതിലിപ്പോൾ എന്താ, ഞാനിപ്പോൾ അതിൽ പെട്ടുപോകില്ലേ? അതിപ്പോൾ എന്താ, കോടതിയല്ലേ. എന്തായാലും സ്ത്രീകൾക്ക് അനുകൂലമായിട്ടായിരിക്കും ഒരുപാട് വിധികളൊക്കെ വരിക. കാരണം അത്രക്കും അവർ പീഡന കേസുകൾ അവരെഴുതി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളറിയാത്ത രീതിയിൽ അങ്ങനെ പലതും ഉണ്ട്. പിന്നെ സത്താറിനെതിരെയും കേസ് അങ്ങനെയുണ്ട്. എന്തൊക്കെ തന്നെയല്ല ഞാൻ ഉള്ളിൽ പോകും. പിന്നെ എല്ലാം പറഞ്ഞ പോലെ എനിക്ക് എന്താ ഏതാ ഒന്നും പറയാൻ പറ്റില്ല. ഞാൻ ഇൻഷാ അല്ലാഹ് ഇനി എങ്ങനെയൊക്കെ വരിക ഒന്നും പറയാൻ പറ്റൂലല്ലോ. ശരിക്കും നവാസ് അതാ സങ്കടപ്പെടുന്നുണ്ടായിരുന്നു. ഷമ്മാസ് പറഞ്ഞു, ഇക്ക് വിഷമിക്കല്ലേ, അതൊക്കെ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം, ഒന്നും കൊണ്ട് വിഷമിക്കല്ലേ, ഒന്നും സംഭവിക്കൂല. അല്ലടാ, നമ്മൾ ചെയ്യാത്ത തെറ്റിന് എൻ്റെ ഇക്ക തെറ്റും ചെയ്തിട്ടില്ലല്ലോ. അതുകൊണ്ട് ഒന്നും സംഭവിക്കൂല. അല്ല മോനെ, ചെയ്യാത്ത കുറ്റത്തിന് പല രീതിയിലും പല ആളുകളും ശിക്ഷിക്കപ്പെടുന്നുണ്ടല്ലോ. അതുകൊണ്ട് ഞാനൊരു പക്ഷേ അതിൽ പെട്ടുപോയേക്കാം. അതാ പറയുന്നത്. ശരിക്കും നവാസിൻ്റെ അവസ്ഥ കണ്ട് ഷമ്മാസിന് വരെ സങ്കടമായിപ്പോയി. ഇക്കങ്ങൾ വിഷമിക്കല്ലേ. എന്നാൽ ഈ സമയം അതാ സ്വർണത്തിൻ്റെ ടെസ്റ്റും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് കോടതി വീണ്ടും. കുഞ്ഞിക്കതിയ, സർ, നിങ്ങൾ നിധി കിട്ടിയെന്നല്ലേ പറഞ്ഞത്? നിധി കിട്ടിയത് കൊണ്ടാണ് നിങ്ങളുടെ വീടും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയത് എന്നല്ലേ പറയുന്നത് നിങ്ങൾ? അതെ സർ. അപ്പോൾ എത്ര വർഷം മുമ്പത്തെ നിധിയായിരിക്കും അത്? അതിൻ്റെ പൊന്നാര സാറ് ഏകദേശം ഒരു 10
150 കൊല്ലം മുമ്പത്തൊക്കെ ഇക്കാരം. കാരണം എൻ്റെ ബാപ്പാൻ്റെ ബാപ്പല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ ആയി വരുമ്പോൾ എനിക്ക് തന്നെ ഇപ്പോൾ ഒരു 10-55 വയസ്സായി തുടങ്ങി. അപ്പോൾ പിന്നെ എൻ്റെ ബാപ്പാൻ്റെ ബാപ്പയൊക്കെ ആകുമ്പോൾ അതിപ്പോൾ എത്ര ആയാലും ഒരു 150 കൊല്ലമൊക്കെ പഴക്കമുണ്ടാവും. ഓഹോ, 150 വർഷം മുമ്പത്തെ സ്വർണം ഒക്കെ അല്ലേ. അപ്പോൾ അന്നത്തെ സ്വർണ്ണമൊക്കെ 916 ഒക്കെ ഉണ്ടാവുമോ? ശരിക്കും അത് കേട്ട് കുഞ്ഞിക്കതി ഒന്ന് ഞെട്ടി. എൻ്റെ പൊന്നാര എൻ്റെ ജഡ്ജിയെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് മറ്റൊന്നുമല്ല. അന്ന് ഇപ്പോൾ ഈ 916ഉം 22ഉം 18ഒക്കെ അതൊക്കെ അപ്പം അന്ന് ആരെയും നോക്കുമോ? അന്ന് വെച്ചാൽ പൊന്നും പണ്ടും ഒക്കെ അങ്ങനത്തെ ഒരു രീതിയിലല്ലേ. അതിപ്പോൾ മണ്ണിൽ കുതിർന്ന് കിടക്കുമ്പോൾ ഇപ്പോൾ അതാർക്കും അറിയില്ലല്ലോ. എന്നാൽ ആ മണ്ണെല്ലാം ക്ലീൻ ചെയ്ത് ആ ഒരു മാല ജഡ്ജി ഉയർത്തി കാണിച്ചു. നോക്കൂ, ഈ മാല എത്ര പവൻ വരും? അതൊരു 3-4 പവൻ്റെ 3-3.5-4 പവൻ്റെ അടുത്ത് വരും. 916 മലബാർ ഗോൾഡ് ഇതിലെഴുതിയിട്ടുണ്ട്. അപ്പോൾ 916 മലബാർ ഗോൾഡിൽ നിന്ന് ഇതിൻ്റെ പഴക്കം വെച്ച് നോക്കുകയാണെങ്കിൽ, അതായത് സ്വർണത്തിൻ്റെ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ ഇത് ഏകദേശം 6 മാസത്തിനുള്ളിലാണ് ആ ജ്വല്ലറിയിൽ ഇത് എത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ 2 മോതിരങ്ങൾ, വള, അതൊക്കെ സെയിം മലബാർ ഗോൾഡിൽ നിന്ന് വാങ്ങിയതാണ്. അല്ല കുഞ്ഞിക്കതിയാ, 916 ഒക്കെ നിധി കിട്ടിയെന്ന് പറയുമ്പോൾ ശരിക്കും അത്ഭുതം തന്നെയാണ്. പക്ഷേ ഇതിപ്പോൾ എങ്ങനെ? സാറേ, അതല്ല, നിധി കിട്ടിയ ഭാഗത്തുനിന്ന് തെറിച്ച് വീണെന്നാണല്ലോ ഇത് പറഞ്ഞത് നിങ്ങൾ ആദ്യം. സാറേ, അതൊക്കെ കൊടുത്ത് വേറെ പുതിയതാക്കിയത് വീണ്ടും മണ്ണിൽ നിന്നാണല്ലോ നിങ്ങൾ എടുത്തു കൊടുക്കുന്നത്. അതെങ്ങനെ? അതെ, ശരിക്കും കുഞ്ഞിക്കതിയെ ശരിക്കും പെട്ടു എന്ന് തന്നെ പറയാം. അത് സാറേ, നിധി എടുക്കാൻ പോയപ്പോഴേ ഇനിയിപ്പോൾ എൻ്റെ കൗത്തുനിന്ന് കൊഴിഞ്ഞാടിയതാണെങ്കിലോ, ആ ഒരു പൂതർപ്പിൽ ഞാനത് എന്താ പറയുക, അതൊന്നും നോക്കിയതുമില്ല. ആ വെപ്രാളത്തിൽ ആ കിട്ടിയതിൽ എൻ്റെ കൗത്തുനിന്നും കൈമന്നൊക്കെ ഊരിച്ചാടിയതാണെങ്കിലോ, ഓഹോ, അപ്പോഴേക്കും നിങ്ങളങ്ങ് മെലിഞ്ഞ് കൈകളിൽ നിന്ന് വള ഊരി മോതിരം ഊരിപ്പോയി അല്ലേ. പിന്നെ കഴുത്തിൽ നിന്നങ്ങ് മാലയും ഊർന്നു പോയി അല്ലേ. നിധി കിട്ടിയ സന്തോഷത്തിൽ. ഓക്കെ കുഞ്ഞിക്കതിയാ, ഇത് കോടതിയാണ്. നിങ്ങൾ എന്തെങ്കിലും വിളിച്ചു പറയാനുള്ളതല്ല. ഫോറൻസിക് വിദഗ്ധരടക്കം ഉള്ള ആളുകൾ നിങ്ങളുടെ കൂടെ ഞാൻ പറഞ്ഞയച്ചതുമാണ്. കോടതിയിൽ നിന്ന് പോലീസ് വന്നതാണ്. എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? സർ, അത് ഞങ്ങൾ അവിടെ നിന്ന് തന്നെ ഞങ്ങൾക്ക് കിട്ടിയത്. ഓക്കെ, എന്നിട്ട് എന്തായിരുന്നു അവിടെ നിന്ന് കിട്ടിയപ്പോൾ നിങ്ങൾക്ക് ഒന്നും തോന്നിയില്ലത്? ബെസ്റ്റ്. ഏതായാലും ഒരു തെളിവുകളും സാഹചര്യത്തിനനുസരിച്ച് ഓക്കെ അല്ല. ഇതെല്ലാം പുതിയ സ്വർണങ്ങളാണ്. നിധി കിട്ടിയതിൻ്റെ തെളിവ് ഇപ്പോഴും ആയിട്ടില്ല. സർ, അപ്പോഴേക്കും അവർ പറഞ്ഞല്ലോ, നിധി എടുക്കാൻ പോയപ്പോൾ അവരുടെ കഴുത്തിൽ നിന്ന് കൈകളിൽ നിന്ന് ഊരിപ്പോയതായിരിക്കുന്നു. ആൻ്റണി വക്കീലേ, നിങ്ങൾ ഇത്രക്കും പൊട്ടനാവരുത്. സാമാന്യം ഏതൊരു മനുഷ്യനും ആലോചിച്ചാൽ അറിയാം ഇത്. കുഞ്ഞിക്കതിയ എന്ന് പേരുള്ള നിങ്ങളുടെ തെളിവുകളൊന്നും അനുകൂലമല്ലാത്തതിനാൽ നിങ്ങളെ ശിക്ഷിക്കുവാൻ വേണ്ടി വിധിക്കുന്നു. ആദ്യത്തെ കാര്യം ഞാൻ ഒരിക്കൽ കൂടി പറയാം. സാറേ, അതങ്ങനല്ല, അതെന്നെ നിധി കിട്ടിയത് തന്നെയാണ്. ഓക്കെ, അത് നിധി കിട്ടിയതാണെങ്കിലും അല്ലെങ്കിലും ഒരിക്കലും നിങ്ങൾ ഇവിടെ കളവ് പറഞ്ഞ് ഞങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിയും. തെളിവ് ഇതൊരിക്കലും അതിന് അനുകൂലമല്ല. അതുകൊണ്ട് തന്നെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല, നിങ്ങൾ ഒരു പെൺകുട്ടിയെ പല തരത്തിലുള്ള മയക്കുമരുന്നുകൾ നൽകി ഉപദ്രവിച്ച് റൂമിൽ കെട്ടിയിട്ട് ഉപദ്രവിച്ചു. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇതുപോലുള്ള കള്ളത്തരങ്ങൾ മെനഞ്ഞുണ്ടാക്കി പറഞ്ഞു നിധി കിട്ടിയെന്നൊക്കെ പറഞ്ഞു. മൂന്നാമത്തെ കാര്യം, നിരപരാധിയായ ആളുടെ പേരിൽ നിങ്ങൾ പീഡനം കെട്ടിച്ചുമത്തി അവരെ ജയിലിലേക്ക് പറഞ്ഞയച്ചു. സത്താറ്. അങ്ങനെ നിരവധി കേസുകളാണ് നിങ്ങളുടെ പേരിലുള്ളത്. അതുകൊണ്ട് തന്നെ ശിക്ഷ അനുഭവിക്കാൻ നിങ്ങൾ തയ്യാറായിക്കോളൂ. ഓക്കെ സാറേ, എന്തപ്പോൾ ഇതിപ്പോൾ ഒക്കെ വെറുതായല്ലോ. എന്നാൽ പെട്ടെന്ന് അവിടുത്തെ പോലീസുകാർ, ആ ഫോറൻസിക് വിദഗ്ധർ, അവരെല്ലാവരും കൂടി ആകപ്പാടൊരു വെപ്രാളം. ഇത് അപ്പോൾ ഒരിക്കൽ പോലും നിധിയല്ലായിരുന്നു, നമ്മളും പിടിക്കപ്പെട്ടിരിക്കുന്നു, നമ്മളെ പറ്റിച്ച്. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞ് മുഴുവൻ കളവായിരുന്നു. എന്നാൽ അവർക്ക് ആകപ്പാടെ, അല്ല നിങ്ങളുടെ നിധി നോക്കാൻ പോയ അവരെവിടെ? ആ പോലീസുകാരും
ആ ഒരു ഫോറൻസിക് വിദഗ്ധനും എവിടെ? അവർ ഹാജർ സർ. നിങ്ങൾക്ക് എന്താണ് കൈക്കൂലി തന്നിട്ടുള്ളത്? സർ, അത് തൽക്കാലം നിങ്ങൾക്കുള്ള പണിഷ്മെൻറ്റ് കിട്ടും. നിങ്ങളെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു ജോലിയിൽ നിന്ന്. 6 മാസം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇനി പ്രവേശിക്കാൻ പറ്റുള്ളൂ. കാരണം കോടതിയിൽ നടക്കുന്ന കാര്യങ്ങൾ അത് വളരെയധികം കൃത്യവും വ്യക്തമായതും ആയതാണ്. നിങ്ങൾ എന്തോ ക്യാഷോ എന്തൊക്കെ നിങ്ങൾ തന്നിട്ടുണ്ടാവും. അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്തു അല്ലേ? പിന്നെ നിങ്ങൾക്ക് സസ്പെൻഷൻ. അതുമാത്രമല്ല, കുഞ്ഞിക്കതിയക്ക് ശരിക്കും 3 വർഷം തടവും പിഴയും ഇവിടെ വിധി നടപ്പാക്കുന്നു. നവാസ് എന്ന പേരുള്ള നിങ്ങളുടെ മരുമകന് എന്ത് ചെയ്തത്? നിങ്ങളുടെ മകളെ പീഡിപ്പിച്ചെന്നോ? നവാസിനും 2 വർഷം തടവും പിഴയും. ഗർഭിണിയെ പീഡിപ്പിച്ചെന്നതിൻ്റെ പേരിൽ വീണ്ടും 2 വർഷം കൂടെ. നവാസിന് 4 വർഷം. എന്നാൽ അത് കേട്ട നവാസ് ഒന്ന് ഞെട്ടി, കൂടെ ഷമ്മാസും. സർ, ഞാൻ ഇനി ഒന്നും പറയണ്ട, വിധി നടപ്പിലാക്കി കഴിഞ്ഞു. പിന്നെ നിങ്ങളുടെ പ്രായപൂർത്തിയാകട്ടെ മകളെ പീഡിപ്പിച്ച സത്താർ? തൽക്കാലം സത്താറിനെ ഇപ്പോൾ കോടതി വെറുതെ വിടുന്നു. കാരണം ഇതുവരേക്കും ശിക്ഷ അനുഭവിച്ചല്ലോ. അതുകൊണ്ട് ഇനി അല്പം കൂടി കഴിഞ്ഞിട്ട് കേസിനനുസരിച്ച് നമുക്ക് നോക്കാം. എന്നാൽ കുഞ്ഞിക്കതിയ ആകപ്പാടെ പെട്ടു. അവർ ആ കോടതിയിൽ തന്നെ ഇരുന്നു. അതെ, ഇവിടെ ഇരിക്കാനല്ല, നേരെ ജയിലിലേക്കാണ് പോകേണ്ടത്. നിങ്ങൾ ചെയ്ത് കാട്ടിക്കൂട്ടിയ ഒരു കുട്ടിയുടെ ജീവിതമാണ് നിങ്ങൾ ഇല്ലാതാക്കുവാൻ വേണ്ടി ശ്രമിച്ചത്, ഒരുപാട് ഉപദ്രവിച്ചത്, കളവുകൾ പറഞ്ഞത്, പിന്നെ സ്വത്ത് തട്ടിയെടുക്കാൻ ശ്രമിച്ചത്. അങ്ങനെ പല രീതിയിലുള്ള പല കുറ്റകൃത്യങ്ങളും നിങ്ങൾ ചെയ്ത സ്ഥിതിക്ക് നിങ്ങൾ ഇനി ആ ഒരു കുട്ടിയാണെങ്കിലും ആരൊക്കെ തന്നെയാണെങ്കിലും നിങ്ങളുടെ ഈ കേസ് പിൻവലിക്കുന്നത് വരെ നിങ്ങൾ ജയിലിൽ തന്നെ കഴിയേണ്ടി വരും. ഓക്കെ? ശരിക്കും നവാസ് എന്ന പേരുള്ള വ്യക്തിക്ക് ജാമ്യമില്ല വാറണ്ടായിരിക്കും. ജാമ്യം ഉണ്ടാകില്ല. കാരണം ഗർഭിണികളായാലും ആരെയും പീഡിപ്പിക്കാൻ പാടില്ല. നവാസിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ഷമ്മാസ് ഞെട്ടിപ്പോയി. അവൻ്റെ രക്തം തിളച്ചു. നവാസിനും ഷമ്മാസിനും എന്ത് പറയണമെന്നായിപ്പോയി. എന്നാൽ കുഞ്ഞിക്കതിയും ആകപ്പാടെ അവിടെ തളർന്നിരുന്നു. പൊന്നു സാറേ, ഞാനല്ല, അസീനാണ് ഇതിൻ്റെ പിന്നിൽ. നിങ്ങൾക്ക് ഓളെ പിടിച്ചാൻ കഴിഞ്ഞില്ലല്ലോ. ഓളാണ് ഇതിൻ്റെ പിന്നിലൊക്കെ. ഇന്നങ്ങൾ എന്തിനാ? ഞാൻ ഒന്നും കാട്ടിയിട്ടില്ല. കുഞ്ഞിക്കതിയ, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, കേസൊക്കെ തീരുമാനമായി. പിന്നെ നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ ഇത്രമാത്രം മോശപ്പെട്ട കാര്യങ്ങൾ കളവ് പറഞ്ഞ് ഈ രൂപത്തിലാക്കി. ആദ്യമേ നിങ്ങൾ സത്യം പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാമായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ശരിക്കും അതാ ആൻ്റണി വക്കീലിനെ കുഞ്ഞിക്കതിയെ സൂക്ഷിച്ചു നോക്കി. ആൻ്റണി വക്കീൽ പറഞ്ഞു, അതേ, എനിക്ക് തരാനുള്ളത് തന്നേക്ക്. ഞാൻ നിങ്ങളെ പിന്നാലെ കുറേ നടന്നു, കുറേ കഷ്ടപ്പെട്ടു. കിട്ടാള് കുറേ തന്നീലേ, ഇനി തരാം, അവിടെ നിൽക്ക്. ശരിക്കും കുഞ്ഞിക്കതിയൊക്കെ ദേഷ്യമാണ് വന്നത്. അവിടെ കോടതിയിലാകെ ഒന്ന് ഹാലിളകി ഓടിയാലോ എന്ന് വരെ തോന്നിപ്പോയി. അതെ, ഭ്രാന്തായി ഒന്ന് അഭിനയിച്ചാലിപ്പോൾ എന്താ? ഭ്രാന്തായി അഭിനയിച്ചാൽ ഇഞ്ചക്ഷൻ തരും, അതെനിക്ക് ഉറപ്പാണ്. എന്നാലും വണ്ടിയിലെ ജയിലിലേക്ക് പോകണ്ടല്ലോ. എന്നാൽ ആ നിമിഷം തന്നെ കുഞ്ഞിക്കതിയ എന്തിനോ വേണ്ടി ഒരുങ്ങുന്നു. ജഡ്ജി പറഞ്ഞു, അവരെ പെട്ടെന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിക്കോളൂ. എന്നാൽ കുഞ്ഞിക്കതിയ, ഇന്നെ കൊണ്ടുപോവില്ലേ? എനിക്കൊരു അസുഖമില്ല, എനിക്ക് മാനസികമുണ്ട് കുറച്ച്, അതല്ലാതെ വേറെ ഒരു അസുഖം എനിക്കില്ല, ഞാനൊന്നും ചെയ്തിട്ടുമില്ല. എന്താ കുഞ്ഞിക്കതിയ, ഇനി വിളവെടുക്കല്ലേ? ഒരുപാട് കളവ് പറഞ്ഞില്ലേ, ഇനി മതി. എനിക്ക് സുഖമില്ല, എനിക്ക് ഭ്രാന്താണ്. ഓഹോ, ഒരു ഭ്രാന്തുള്ളയാൾ എനിക്ക് ഒരിക്കലും ഭ്രാന്താണെന്ന് പറയില്ല. എന്തിനാ വെറുതെ, ഇനി അഭിനയിക്കേണ്ട, പോയിക്കോ. നേരെ അതാ ജയിലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി നിർദ്ദേശം നൽകി. സാറേ, എൻ്റെ പൊന്നു സാറേ. എന്നാൽ അതിനിടയിൽ നവാസിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അതെ, ഞാൻ ഉപകാരമേ ചെയ്തിട്ടുള്ളൂ എല്ലാവർക്കും. ആ കുഞ്ഞിക്കതിയ എന്നുള്ള താത്താക്ക് ഞാൻ എത്ര വലിയ കൊട്ടാരം കെട്ടിപ്പണിത് കൊടുത്തു. എൻ്റെ ഉമ്മ പോലും അറിയാതെ ക്യാഷ് അയച്ച് അവർക്കെല്ലാം ഞാൻ ചെയ്തു കൊടുത്തു. പക്ഷേ ഒരു നന്ദിയുടെ ഒരു വാക്കില്ല, പകരം ഞാൻ അവളെ പീഡിപ്പിച്ചു എന്ന പേരാണ്. ഞാൻ എന്ത് ചെയ്യും? വല്ലാത്ത അവസ്ഥ. ഷാമോനും വല്ലാത്ത സങ്കടം. ഷാമോനെ പോട്ടടാ, എനിക്കറിയാം ഇതെങ്ങനെ തന്നെ വരുള്ളൂ. അത്രക്കും മോശം ആൾക്കാരാണ്, പ്രത്യേകിച്ച് ഈ തള്ള. പഠിച്ചവനെ, ഒരാളെയും വെറുതെ വിടില്ല. ഷാമോനെ, നിനക്കെതിരെ കേസൊന്നും ഇല്ലാത്തതും വലിയ ഭാഗ്യം. എനിക്കെതിരെയുണ്ട്. ഞാൻ രാത്രി കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്നൊക്കെ ഞാൻ പിന്നെ കോടതിയിലുള്ള കാര്യം തുറന്നങ്ങോട്ട് പറഞ്ഞതുകൊണ്ട് അവരത് ഇതാക്കിയിട്ടുണ്ട്. സാരല്ല. ശരിക്കും നവാസിനെയും അറസ്റ്റ് ചെയ്ത കാര്യം ഒരിക്കൽ പോലും ഐഷും അറിയുന്നില്ല.
റബ്ബേ എന്ത് ചെയ്യും? അങ്ങനെ അതാ കുഞ്ഞിക്കതിയെ ഒരു ജയിലിലേക്ക് കൊണ്ടുപോകുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ തന്നെ നവാസിനെയും കൊണ്ടുപോകുന്നു. നവാസിൻ്റെ നിഷ്കളങ്കമായ ആ മുഖം ഷമ്മാസിൻ്റെ മുഖത്തേക്ക് നിറമിഴികളോടെ നോക്കിയപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊന്നും കൂടി പറഞ്ഞു. ഫസീലിയും മക്കളും, പിന്നെ സൗദ മോന്, പിന്നെ കുഞ്ഞുൻ്റെ കല്യാണം, അതൊക്കെ നടത്തി കൊടുത്തു ഷാമോനെ കേട്ടോ. ഉമ്മാനോട് പറഞ്ഞേക്ക്, ഉമ്മാനോട് ദുആ ചെയ്യാൻ പറയട്ടോ. എന്നാൽ നവാസിന് എന്ത് പറയണം എന്ത് ചെയ്യുന്നായിപ്പോയി. ഷമ്മാസ് തന്നെ ആകെപ്പാടെ ടെൻഷനായിപ്പോയി. റബ്ബേ അല്ലാ, എന്തൊരവസ്ഥയാണിത്. ഒരു തെറ്റും ചെയ്യാതെ എൻ്റെ ജ്യേഷ്ഠനെ കൊണ്ടുപോകുകയാണല്ലോ, ഒരു തെറ്റും ചെയ്യാതെ. റബ്ബേ. ഷാമോനെ അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഷമ്മാസ് വിതുമ്പി കരഞ്ഞു. എൻ്റെ ഉമ്മ എങ്ങാനത് അറിഞ്ഞു കഴിഞ്ഞാൽ, ഉമ്മ അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി റബ്ബേ? കുഞ്ഞിക്കതിയെ യാതൊരു കൂസലുമില്ലാതെ അതാ ജയിലിലേക്ക് പോകുന്നു. അവർക്ക് ടെൻഷനൊന്നും തോന്നില്ല, ജയിലിൻ്റെ ഉള്ളിലും ജീവിക്കാലോ നല്ല മട്ടത്തിന്. എനിക്കങ്ങനത്തെ പേടിയും ബേജാറൊന്നുമില്ല, അവിടെ പോയി കിടക്കുകയല്ല. അപ്പോൾ എന്താ കാട്ടണേ? ഇങ്ങനത്തെ ഓരോ മുസീബത്തുകൾ വന്ന് കൊണ്ട് പറയിപ്പിക്കണ്ട. അപ്പം മോളോട് കൊന്നാൽ മതിയായിരുന്നു. എൻ്റെ മോളെ സൗദനെ കൊന്ന് കുഴിച്ചിട്ടേന് മാണ്ടില്ല, എന്നിട്ട് പോയാലും മാണ്ടില്ലേന്. അതിപ്പോൾ ഉണ്ടല്ലോ പൗതി ജീവനോട് അവിടെ. നശിച്ച് പോട്ടെ ഓള്, ഒരുമ്പെട്ടോള്. ഒന്നും കൂടി ഗുളിക കലക്കി കൊടുത്താൽ മതിയായിരുന്നു. അങ്ങനെ പല പല ചിന്തകൾ. സൗദ ഉണ്ടല്ലോ ഒരുത്തി, ഓളെ മറ്റോൻ്റെ ഒപ്പം നടക്കണേ, അല്ലാത്തൊരു പുതുമ. എന്നിട്ട് ഇപ്പം എൻ്റെ തലയിക്കോളം ഒക്കെ ഇട്ട് ഓളുണ്ട് മുങ്ങി. എന്താ ഓള് സാധനം. വൈകാതെ ജിങ്ങടെ എത്തും സൗദ, ഇജ് നോക്കിക്കോ, വൈകാതെ ജെത്തും. ഒരുത്തിനെ ഇപ്പം കയറ്റിയത് എന്താണെന്നോ, ഷമ്മാസിനെ കയറ്റാൻ പറ്റിയില്ല. ഓൻ്റെ പേരും കൂടി ഞാൻ പറഞ്ഞതാണല്ലോ. ആയിക്കോട്ടെ, മരുവന് ഒന്ന് കയറട്ടെ. ഓന് കുറേ കാലം ഓൾക്ക് വിളിച്ചാദ്യം ഉണ്ടായി നിന്നിക്കണ്, അതിനുള്ള തന്നെയാണ്. അത് അതിൽ ഓനും കുറച്ചവിടെ കെടുക്കട്ടെ. എന്നിട്ട് മറ്റോളൊപ്പം പോയി സുഖിക്കാനും സൗദൻ്റെ ഒപ്പം പോയി സുഖിക്കാനും അതൊക്കെ ഒന്ന് അവിടെ നിൽക്കട്ടെ. എന്തേ എൻ്റെ മോൾക്ക് വിട്ട് കൊടുക്കരുത്, ഞോളെ മാപ്പിളിനെ കിട്ടരുത്. ഓൻ ജയിലിൽ കിടന്ന് ഇറങ്ങിക്കണം, അതാ വേണ്ടത്. ശരിക്കും ഐഷമ്മയുടെ ചിന്തകൾ അപ്പോഴും ക്രൂര ചിന്തകളായിരുന്നു. അങ്ങനെ അതാ കുഞ്ഞിക്കതിയ ജയിലിലേക്ക് പുറപ്പെട്ടു. എന്നാൽ ഈ സമയം അതാ നജീബ് സാർ ഷമ്മാസിനെ വിളിക്കുന്നു. ഹലോ, എന്തായി, വിചാരണ കഴിഞ്ഞോ? എന്തായി? സാറേ, കുഞ്ഞിക്കദ്യ നികത്തിയ തെളിവുകളും കാര്യങ്ങളും അതൊക്കെ വെറും കള്ളമാണെന്നും അത് പിന്നീട് അവർ സ്വർണ്ണം അവിടെ കൊണ്ടുപോയിട്ട് അങ്ങനെ ചെയ്തതാണെന്നൊക്കെ തെളിഞ്ഞു. അവരെ കൊണ്ടുപോയിട്ടുണ്ട് സാറേ, കൂട്ടത്തിലുണ്ട് നവാസ്കയും. അത് കേട്ടപ്പോൾ ഒരു നിമിഷം നജീബ് സാർ ഞെട്ടി. എന്ത്, നവാസിനെയോ? എന്തിന് സാറേ? പല കുറ്റങ്ങളും അവൻ്റെ പേരിൽ. ഗർഭിണിയെ ആഞ്ഞ് ചവിട്ടിയെന്നോ, ഉപദ്രവിച്ചെന്നോ, പീഡിപ്പിച്ചെന്നോ, സൗദിയെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു, അങ്ങനെ ഒക്കെ ഇതാക്കിയെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് എഴുതി കൊടുത്തിട്ടുണ്ട്. വക്കീൽ മുഖേന അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്താണിപ്പോൾ ചെയ്യുക? എനിക്കറിയുന്നില്ല. എടാ, നിരപരാധികൾ പലരും ഉണ്ട്. ഏതായാലും കൊണ്ടയം വെക്കം. ഇനിയിപ്പോൾ ഒന്നും പെട്ടെന്നൊന്നും ചെയ്യാൻ ഏതായാലും നമുക്ക് ഇൻഷാ അല്ലാ നോക്കാം. നീ വിഷമിക്കല്ലേ കേട്ടോ. എന്തെങ്കിലും ഉപദ്രവിക്കോ? ഇല്ലില്ല, ഉപദ്രവിക്കൊന്നുമില്ല. എന്തായാലും അവിടുത്തെ ശിക്ഷ എന്ന് വെച്ചാൽ അങ്ങനെ എന്തായാലും കുഴപ്പമൊന്നുമില്ല, അത് നമുക്ക് നോക്കാം, സാരമില്ല, അത് നീ വിഷയമാക്കണ്ട. എന്നാൽ ഈ സമയം ഷമ്മാസ് അതാ വീട്ടിലേക്ക് പുറപ്പെടുവാൻ നിൽക്കുകയാണ്. വളരെയധികം ശോകമുഖമായ അവൻ്റെ ആ അവസ്ഥ. ശരിക്കും അതാ എന്ത് പറയണം എന്ത് ചെയ്യണം എന്നറിയുന്നില്ല. ശരിയാണ്, കുഞ്ഞിക്കതി ഒരുപാട് തെറ്റ് ചെയ്തവരാണ്, അതുകൊണ്ട് നമുക്ക് അവർക്ക്. പക്ഷേ എൻ്റെ നവാസ്ക എന്ത് ചെയ്തിട്ടാണ്? എന്നാൽ ഷമ്മാസ് അന്ന് വീട്ടിലേക്ക് പോയില്ല. അവൻ നേരെ പോയത് അതാ ഒഴിഞ്ഞ ഒരു സ്ഥലത്തേക്കായിരുന്നു. അവൻ അവിടെ പോയിരുന്ന് ഒരുപാട് സമയം വിതുമ്പിക്കരഞ്ഞു. റബ്ബേ, എൻ്റെ ഇക്കാക്കെ എന്ത് ചെയ്തിട്ടാണ്, എൻ്റെ ഇക്ക ചെയ്തത്? അവർക്ക് ഇത്രയും ഹെൽപ്പ് ചെയ്തതോ? അവർക്ക് വേണ്ടിയിട്ട് വലിയ വീടും കാറും ഇഷ്ടം പോലെ സ്വർണ്ണങ്ങളും ഡ്രസ്സും എല്ലാ ദിവസവും ഒരു ഷോപ്പിൻ്റെ മുഴുവൻ വരുമാനവും അതെല്ലാം അവർക്ക് കൊടുത്തതാണോ എൻ്റെ ഇക്ക ചെയ്ത് തെറ്റ്? എന്നാൽ അപ്പോൾ തന്നെ ഷമ്മാസ് നേരെ പോയി മുഹ്സിൻ തങ്ങളുടെ അരികിലേക്ക്. ഈ സമയം അതാ ഉമ്മ വിളിക്കുന്നു. ഹലോ മോനെ, ഷാമോനെ, എന്തായടാ കേസും കാര്യങ്ങളൊക്കെ? ഈ നവാസും പോന്നോ?
ഇനി വേഗം പോരിഞ്ഞ് മതി, എത്ര നേരം ഈ കേസും കൂട്ടക്കുന്നുണ്ട്, ഒഴിവാക്കി നിങ്ങളൊന്ന് ഫ്രീ ആയാലും എന്നാ എന്നും തന്നെ. പഠിച്ചോനെ ഒരു സമാധാനം ഇപ്പോൾ ഇല്ല. ഉമ്മ ഞാൻ കുറച്ച് ലേറ്റ് ആവട്ടെ വരാൻ. എന്താടാ എൻ്റെ ശബ്ദത്തിനൊരു വല്ലായ്മ? ഉമ്മ അത് ജലദോഷം ചെറുതായിട്ട്. എൻ്റെ പൊന്നാര കുട്ടിയെ വേഗം പോരി. നവാസിൻ്റെ അടുത്ത് നിന്ന് ഫോൺ കൊടുത്താ? അല്ലേ വേണ്ട, ഞാൻ വിളിച്ചോ. വേണ്ട മാ, ഞങ്ങൾ വിളിക്കാം, ഞങ്ങളുടെ സ്ഥലത്താണ് കേട്ടോ, ഞങ്ങളിപ്പോൾ വിളിക്കാം. ആയിക്കോട്ടെ, എന്നാൽ ശരി, എന്നാൽ പോയി വേഗം വരി. ഉമ്മ ചോറും കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിക്കണം ഇവിടെ കേട്ടോ. വേഗം പോരി. ഷമ്മാസ് എന്ത് ചെയ്യണമെന്നായിപ്പോയി. റബ്ബേ, ഞാൻ എന്ത് ഉമ്മാനോട് പറയാം? മുസ്ലിം തങ്ങളെ അടുത്തേക്ക് ഞാൻ പോവേ അതോ? ഇപ്പം വേണ്ട, ഇപ്പോൾ ഒന്നും വേണ്ട. കൈകാലുകൾ തളരുന്നു, വായിൽ വെള്ളം വറ്റുന്നു. തിരിച്ച് വേഗം വീട്ടിലേക്ക് തന്നെ അവൻ വണ്ടി തിരിച്ചു. മുസ്ലിം തങ്ങളുടെ വഴിയിലേക്ക് തിരിഞ്ഞതാണ്, പക്ഷേ വീണ്ടും തിരിച്ചു ഇങ്ങോട്ട്. അങ്ങനെ ഏതാ അല്പസമയം കഴിഞ്ഞപ്പോൾ ഷമ്മാസ് വീട്ടിലെത്തി. അവൻ നേരെ അതാ തൻ്റെ ബെഡ്റൂമിലേക്കാണ് പോയത്. അവിടെ ചെന്ന് ഷമ്മാസ് ആ ബെഡിലങ്ങ് കിടന്നു കമഴ്ന്ന്. ഇക്ക എന്തു പറ്റി? എന്തിങ്ങനെ കിടക്കണേ? ഒന്നുമില്ല. എന്താ? അല്ല, എൻ്റെ കണ്ണുകളൊക്കെ നിറഞ്ഞിട്ടുണ്ടല്ലോ. ഒന്നുമില്ല, അത് ചെറുതായിട്ട് തലവേദന എങ്ങനെ. മോനെ എവിടെടാ നവാസ്? ഓനെ വിളിച്ചാ? രണ്ടാളും കൂടി പോന്നാണേ, ഭക്ഷണം കഴിക്കാൻ വന്നാണേ. ഉമ്മ, എന്നാൽ ഷമ്മാസിന് എന്ത് പറയണമെന്നായിപ്പോയി. അല്ല, നവാസ് ഇങ്ങോട്ട് വരുന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ. എന്തി? അത് ചിലപ്പോൾ അവന് ഇങ്ങോട്ട് വരുന്നില്ല, അങ്ങോട്ട് തന്നെ പോയിട്ടുണ്ടാവും. അവനെന്തൊരു അത്യാവശ്യമായിട്ട് എടുക്കുക പോകാണ്ടെന്നോ. അവൻ പോയിക്കോളും, കുഴപ്പമില്ല. ഇന്ന് വരെ ഉമ്മ, ഞാൻ ചോറ് തിന്നാനെന്ന് പറഞ്ഞ് എൻ്റെ കുട്ടി പോയതാണല്ലോ. അതെന്താ ഓൻ വരാഞ്ഞത്? വല്ലാത്തൊരു. ഞാൻ പറഞ്ഞും ചെയ്തിനിപ്പോൾ 1-2 ദിവസം ആയില്ലേ അവിടെ ഇങ്ങോട്ട് പോരേണ്ടി എന്നൊക്കെ പറഞ്ഞത്. വരും, എൻ്റെ കൂടെ വരാമെന്ന് പറഞ്ഞതായിരുന്നല്ലോ. അല്ല, എന്തായിടാ ആ തള്ളൻ്റെ കേസൊക്കെ എന്തായി? അവർ ജയിലിൽ പോയി. പഠിച്ചോനെ, റബ്ബേ, ഇനിയെങ്കിലും ഓൾക്കൊന്ന് ബുദ്ധി വെച്ച് നല്ല മട്ടത്തിൽ തിരിച്ചു വന്നാൽ മതിയായിരുന്നു. ഒരിക്കലും നമ്മൾ അൽഹംദുലില്ലാ എന്നാവും പറയണ്ട ഒരാൾക്ക് ബുദ്ധിമുട്ട് വരുമ്പോൾ. കാരണം നമുക്ക് എങ്ങനെയൊക്കെ പറയാൻ പറ്റൂലല്ലോ. അപ്പോൾ പഠിച്ചോനെ നല്ല ബുദ്ധി കൊടുക്കട്ടെ എന്നാണ് അള്ളാഹിനോട് ഞാൻ ദ്വാരക്കണേ. റബ്ബേ, നല്ല ബുദ്ധി കൊടുത്ത് തിരിച്ചു വരണേ, നല്ല മട്ടത്തിലാകണേ അല്ലാ. അതാണ് ഞാൻ ദ്വാരക്കണത്. മോനെ, ഏതായാലും നവാസിൻ്റെ സൗദിനൊക്കെ ഓരോന്ന് കാട്ടിക്കൂട്ടിയിട്ടും അങ്ങനെയൊക്കെ ഇതാക്കിയിട്ടൊക്കെ അതിനുള്ളത് കിട്ടിയില്ലേ? അല്ലടാ, നിധി കിട്ടിയത് അത് എന്തേ? നിധി ഉള്ളത് തന്നെ. ഷമ്മാസിനൊന്നും മിണ്ടാൻ കഴിയുന്നില്ല. എന്താ നീ ഒന്നും മിണ്ടാത്തത്? അതും ആ നിധി അതവർ സ്വർണം അവിടെ കൊണ്ടുപോയിട്ട് വെറുതെ മണ്ണിൽ കുഴച്ചിട്ട് അങ്ങനെ കാട്ടിയതാണ്. അപ്പോൾ 916ഉം ജ്വല്ലറിൻ്റെ പേരും അതൊക്കെ ഉണ്ട്. അപ്പോൾ എത്ര 6 മാസത്തിനുള്ളിൽ ഉണ്ടാക്കിയ സ്വർണ്ണമാണ്, പണ്ടാണ്. അതൊക്കെ കഴിയുമ്പോൾ കാണുന്നുണ്ട് അതിൻ്റെ കാലപ്പഴക്കും കാര്യങ്ങളൊക്കെ. അത് ശരിയാ. എന്തായാലും എന്തിനാ പഠിച്ചവനെ ഇങ്ങനെയൊക്കെ കളവ് പറയണേ? റബ്ബേ, നേരെ വാ, നേരെ പോവാന്നുള്ള നിലയ്ക്ക് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമുക്കൊന്നും പറ്റൂല. പഠിച്ചാൽ നമ്മളെ കൂടെ കാവലിനുണ്ടാവും. ഏതായാലും വല്ലാത്ത. ഇനി നവാസിനുള്ള ചോറ് ഇവിടെ മൂടിയൊക്കെ ഇനി പോപ്പം അങ്ങോട്ട് വരുവേക്കാരം. അല്ല മോനെ, ഇപ്പോൾ വരൂലേ? ഒന്ന് വിളിച്ചു നോക്ക്. ഉമ്മ, അത് ചിലപ്പോൾ ഒന്നും വരവുണ്ടാവില്ല. അതിപ്പോൾ എന്തിയേ? എന്നാൽ ഇനി നാളെ 2 ദിവസം കൂടെ അവിടെ നിന്നോട്ടെ, അല്ല ഇനി പോലെ ശല്യം പിന്നെ ഇവിടുന്ന് പോലൊന്നും ഉണ്ടാവില്ല. എന്നാൽ ഈ സമയം സൗദ, ഷാമോനെ നവാസ്ക്ക് വന്നിട്ടില്ല? ഇല്ല. അതെന്ത് ഷാമോനെ? അവിടെ നിന്നോട്ടല്ലേ, ഷാമോ ഉണ്ടാവുമ്പോൾ നവാസ്ക്ക് എന്തിനല്ലേ ഇപ്പോൾ ഇവിടെ? ഇവിടെ ഷാമോ ഉണ്ടല്ലോ, അത് മതി. പെട്ടെന്ന് അതാ മുഹ്സിൻ തങ്ങൾ പറഞ്ഞ ആ വാക്കുകൾ ഷമ്മാസിൻ്റെ മനസ്സിലേക്ക് ഓടി വന്നു. റബ്ബേ, അതെ, എന്നെ ഇവർ കാണുന്നത് വേറെ ഏത് രീതിയിലാണത്രേ. ഷാമോനെ വരി. പിന്നെ എന്തായി എൻ്റെ ഉമ്മാൻ്റെ അവസ്ഥ? ഉമ്മാനെ എങ്ങനെയെങ്കിലും ഒന്ന് ഇല്ലാതാക്കി തരാൻ അവർക്ക് കഴിയുമോ? എനിക്ക് കഴിയൂല കേട്ടോ ഉമ്മാൻ്റെ കൂടെ നിൽക്കാൻ. ഉമ്മ എന്നെ ഒരുപാട് ഉപദ്രവിച്ചിക്കണേ. ഒരുപാടെന്ന് വെച്ചാൽ ഒരുപാട്. കൈകാലുകളൊക്കെ കെട്ടിയിട്ട് ഉപദ്രവിച്ചിക്കണ്, റൂമിൽ പൂട്ടിയിട്ടേക്കണ്. ഞാൻ ഉറങ്ങാൻ വേണ്ടി മയക്കുമരുന്ന് തന്നേക്കണ്, പലതും തന്നേക്കണ്. എനിക്ക് ആ ഉമ്മാനെ ഒരിക്കലും ഇനി വേണ്ട. ഞാൻ ഒരിക്കലും പോകൂല ഉമ്മാൻ്റെ അടുത്തേക്ക്. എൻ്റെ ഉപ്പാനെ ഉപദ്രവിച്ച പോലെ തന്നെ എന്നെ ഉപദ്രവിച്ചിക്കണ്. എനിക്ക് ഏറ്റവും സുഖം ഇവിടെ തന്നെയാണ്. ഉമ്മ വല്ലാത്ത സാധനമാണ്. എന്നെ കണ്ട ഉമ്മ കൊല്ലും, ഉറപ്പാണ്. ഞാൻ മരിക്കാൻ വേണ്ടി പലതും ഉമ്മ കാട്ടിയേക്കണ്. പക്ഷേ
എന്നാൽ ഷമ്മാസിനൊന്നും മിണ്ടാൻ കഴിഞ്ഞില്ല. അതെ, അവൻ എന്തൊക്കെയോ മനസ്സിനുള്ളിൽ കയറിക്കൂടി. എൻ്റെ നവാസ്ക്ക് പാവം എന്ത് തെറ്റ് ചെയ്തിട്ട് റബ്ബേ നവാസ്ക്ക്. ഷമ്മാസിന് വല്ലാത്തൊരു സമാധാനക്കുറവ്. മോനെ ഭക്ഷണം കഴിക്കേ, എന്തായതിന് മുമ്പിൽ ആലോചിച്ചിരിക്കണേ? ഉമ്മ അവന് വിളമ്പി കൊടുക്കുന്നു. ഉമ്മ കുറച്ച് മതി ഉമ്മ. എന്താ മോനെ കുറച്ചുകൂടെ കഴിക്കേ? ഉമ്മ മതി. അവന് ഭക്ഷണം കഴിച്ചിട്ടങ്ങ് ഇറങ്ങുന്നില്ലായിരുന്നു. അവൻ്റെ മനസ്സിൽ ഇക്കയായിരുന്നു. എൻ്റെ നവാസ്ക, എൻ്റെ ഇക്ക എന്ത് ചെയ്തിട്ട് നവാസ്ക? എൻ്റെ ഇക്ക ആരും പേടിപ്പിച്ചിട്ടില്ലല്ലോ, ആരും ഉപദ്രവിച്ചിട്ടില്ലല്ലോ. എന്താ ഉമ്മ, എനിക്ക് മതി ഉമ്മ. എനിക്കിപ്പോൾ എന്തൊരു ചെറുതായിട്ട് പനി എന്തൊക്കെ വരുന്ന പോലെ. എന്നാൽ കുറച്ച് കഞ്ഞി തരട്ടെ അമ്മാൻ്റെ കുട്ടിക്ക്. ഉമ്മ കഞ്ഞിയും കുറച്ച് ചമ്മന്തി ഉണ്ടാക്കി തരാം. അല്ല ഉമ്മ, ഇപ്പോൾ എനിക്കൊന്നും വേണ്ട, എനിക്ക് മതി ഉമ്മ. എൻ്റെ കുട്ടി എന്തെങ്ങനെ വിഷമിക്കണം? എൻ്റെ ഷാമോൻ ഇത്ര വിഷമിച്ച് ഞാൻ കണ്ടിട്ടില്ലല്ലോ. എന്തത്? ഒന്നുമില്ല അമ്മ, ഞാൻ കുറച്ച് കേട്ട് തിന്നോളാം ഞാൻ കേട്ടോ. അങ്ങനെ അതാ നേരെ നവാസിൻ്റെ ആ മുകളിലത്തെ റൂമിലേക്ക് അവൻ കയറിപ്പോയി. അപ്പോൾ സൗദ താഴെയായിരുന്നു. ഒരു നിമിഷം നവാസിൻ്റെ ആ ഒരു ഷർട്ടുകൾ, അവൻ ഉപയോഗിച്ച സാധനങ്ങൾ, അതെല്ലാം കണ്ടപ്പോൾ അവന് ഹൃദയം പൊട്ടിപ്പോയി. അല്ലാ, ഇക്ക ഇത്രയും സൗകര്യമുള്ള റൂമിൽ കിടന്ന എൻ്റെ ഇക്ക ഇപ്പം എവിടെ ആയിരിക്കും? ശരിക്കും അതാ ഷമ്മാസ് പൊട്ടി പൊട്ടി കരഞ്ഞു. അവന് അത് സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. എൻ്റെ നവാസ്ഖാൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ തന്നെ ബുദ്ധിമുട്ടായിരുന്നു. ആദ്യം ഫസീലത്തയുടേത്, പിന്നെ ആ 2 കുട്ടികളും കൊണ്ട് കഷ്ടപ്പെടല്, പിന്നെ അതിനിടയ്ക്ക് സൗദ കയറി വരല്. ഏതായാലും ആ തള്ളൻ്റെ അവളുടെ ഉമ്മാൻ്റെ പണിയാണല്ലോ എൻ്റെ ഇക്കാനെ ജയിലിലും കയറ്റിയത്. പാവ പഠിച്ചവനെ എന്ത് ചെയ്തിട്ടാ? ഒരിക്കൽ പോലും ഉപദ്രവിച്ചിട്ടില്ലല്ലോ. നല്ല രീതിയിലായിരുന്നു. എത്ര അവർക്ക് കൊടുത്തു, ഒരു നന്ദി ഇല്ലല്ലോ ആ ജന്തുക്കൾക്ക്, ഒരു നന്ദി. അത്രക്കും എൻ്റെ ജ്യേഷ്ഠൻ കഷ്ടപ്പെട്ടതൊക്കെ ആ ഫുൾ വരുമാനം അവർക്കങ്ങ് കൊടുക്കുകയായിരുന്നു. ഇഷ്ടം പോലെ ജീവിക്കുകയായിരുന്നു. പക്ഷേ ഒരു കടുകുമണിയോടെ പോലും നന്ദി കാണിച്ചില്ല. നേരെ ജയിലിൽ കണ്ട് കയറ്റി. അപ്പോഴേ അവർക്ക് സമാധാനമായത്. ശരിക്കും അതാ ഷമ്മാസിനെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. അവൻ എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. റബ്ബേ, ഞാൻ ഇത്ര വലിയ സൗകര്യമുള്ള വീട്ടിൽ ഇങ്ങനെ കഴിയുമ്പോൾ എൻ്റെ ഇക്കയുടെ അവസ്ഥ റബ്ബേ എന്തായിരിക്കും? അത് ചിലയിടത്ത് പറഞ്ഞു കേട്ടിട്ടുണ്ട്, ജയിലിൽ ശരിക്കും നീർന്ന് നിൽക്കുവാനുള്ള സ്ഥലം ഉണ്ടാവില്ല എന്ന്. അത് കുമ്പിട്ട് നിൽക്കണമെന്ന്. അങ്ങനെ പല പല രീതിയിലുള്ള ശിക്ഷകളാണ് അത്ര ഉള്ളത്. അല്ലാ, നിരപരാധിയായ എൻ്റെ ജ്യേഷ്ഠനെ നീ രക്ഷിക്കണം അല്ലാ, നീ രക്ഷിക്കണം. പാവാണ്, ഒരുപാട് വിഷമങ്ങൾ സഹിച്ചതാണ്. എൻ്റെ ഉമ്മ എങ്ങാനത് അറിഞ്ഞു കഴിഞ്ഞാൽ റബ്ബേ എന്തായിരിക്കും അവസ്ഥ? എൻ്റെ ഉമ്മ ഹൃദയം പൊട്ടി എന്തെങ്കിലും ആയിപ്പോവും. ഷമ്മാസ് വേദനകളെല്ലാം മനസ്സിൽ കടിച്ചമർത്തി. ആ ദിവസം അവനെങ്ങനെ തള്ളി നീക്കിയെന്നറിയുന്നില്ല. മോനെ ഈ ഷോപ്പിൽ നിന്ന് പോകുന്നൊക്കെ പറഞ്ഞിട്ട് ഉമ്മ ഇന്ന് പോണില്ല. പിന്നെ എന്നല്ല നീ പറഞ്ഞ ലോഡ് വരും, പെട്ടെന്ന് എനിക്ക് പോകണം, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്ന. എന്നാൽ പെട്ടെന്ന് അതാ സൗദ ഷമ്മാസിൻ്റെ അരികിലേക്ക് വരുന്നു. ഷാമോനെ എന്താണ്, അസുഖം എന്തെങ്കിലും ഉണ്ടോ? പനിയുണ്ടോ? ഷാമോന് പനിയായ പിന്നെ ഞങ്ങളൊക്കെ എന്താ ചെയ്യുക? ഷാമോനല്ലേ ഇവിടുത്തെ വലിയ ആള്. ഷാമോന് ഉണ്ടാവുമ്പോൾ ഒരു സമാധാനമാണ്. എന്താ അറിയില്ല, എനിക്ക് നവാസ്ക്കുള്ളതിനേക്കാളും സമാധാനം ഷാമോ ഉണ്ടാവുമ്പോഴാണ്. അവളുടെ ഓരോ സംസാരം കേട്ട് ഷമ്മാസിന് ഒന്നും മിണ്ടാൻ കഴിഞ്ഞില്ല. അല്ലെങ്കിൽ ഇനി എന്ത് മിണ്ടാൻ? എൻ്റെ സന്തോഷം, എൻ്റെ സമാധാനമെല്ലാം നഷ്ടപ്പെട്ടില്ലേ? അത് ഇനി എൻ്റെ ഉമ്മ അറിയുമ്പോഴത്തെ അവസ്ഥയാണ്. റബ്ബേ, ഒരാളും പറയാതിരിക്കട്ടെ. എന്തെങ്കിലും പറഞ്ഞിട്ട് ഉമ്മയെ ആ ഒരു സ്ഥിതി അവിടുന്ന് മാറ്റണം. എന്നാലും ആ സൗദ ചോദിക്കുന്നൊന്നുമില്ല. അവൾക്ക് അത്രതൊന്നുമില്ല. അവൾക്ക് എന്താണാവോ പ്രയാസം, ഒന്നുമില്ല. ഫസീലത്തെ മക്കളൊരു പക്ഷേ ഇനി വിഷമിക്കുന്നുണ്ടാവും. പഠിച്ചോനെ, ഞാൻ അവരോടൊക്കെ ഇതെന്താ ഞാൻ പറയാം? എനിക്കറിയുന്നില്ലല്ലോ അല്ലാ, എനിക്കറിയുന്നില്ല. പഠിച്ചോനെ, ആരും പറയാതിരിക്കട്ടെ ഇതൊന്നും. ഒരു പക്ഷേ ഇതെങ്ങാനും അറിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഉമ്മ ഹൃദയം പൊട്ടി കരഞ്ഞു പോവും. റബ്ബേ, ഷമ്മാസിന് എന്ത് ചെയ്യണമെന്നറിയുന്നില്ല. നാളെ തന്നെ മുഹ്സിൻ തങ്ങളുടെ അടുത്തേക്ക് പോകണം. പഠിച്ചൊരു നിരപരാധികളായ എത്രയോ ആളുകൾ ജയിലിൽ ശിക്ഷ അനുഭവിക്കുന്നവരുണ്ടാവും. പഠിച്ച റബ്ബേ, അവർക്കൊക്കെ നീ മോചനം നൽകി റഹ്മാനെ. ശരിക്കും നവാസിനെ ജയിലിൽ കയറ്റിയപ്പോൾ
ഷമ്മാസിന് സഹിക്കാൻ കഴിയാത്ത സങ്കടമായിരുന്നു. എത്രയായിട്ട് നിയന്ത്രണം കിട്ടുന്നില്ല. ഇക്കയെക്കുറിച്ച് ഓർത്തപ്പോൾ പാവം. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ തെറ്റ് ചെയ്യാത്ത ഒരാളെ ഇത്രമാത്രം ശിക്ഷിക്കാൻ, അതും 4 വർഷം, അത് ജാമ്യമില്ലാത്ത കേസാണത്രേ ചുമത്തിയിരിക്കുന്നത്. പഠിച്ചോനെ, എൻ്റെ ഇക്കയെ നീ കാത്തുരക്ഷിക്കല്ല. ഷമ്മാസ് ഹൃദയം പൊട്ടി ദുആ ചെയ്തു. എന്നാൽ ഈ സമയം അതാ ഫസീല വിചാരിക്കുന്നു, ഇന്ന് ഇക്ക പറഞ്ഞിരുന്നു ഉമ്മാൻ്റെ അടുത്തേക്ക് പോകുന്നു. എന്തായാലും കുഞ്ഞിക്കത്തിയാൻ്റെ കേസും കാര്യങ്ങളൊക്കെ എന്തായിന്നാവും. എന്തായാലും ഒന്ന് വിളിച്ചു നോക്കട്ടെ. അങ്ങനെ അതാ നവാസിൻ്റെ ഫോൺ ഷമ്മാസിൻ്റെ കൈകളിലായിരുന്നു. ആ ഫോണിലേക്ക് ഒരു കോൾ വരുന്നു. ഫസീലത്തെയായിരിക്കും. എന്ത് പറയണം? ഞാൻ ഈ ഫോൺ എടുക്കണോ, അതോ ഞാൻ എന്തത് പറയേണ്ടത്? അവൻക്ക് ആരാടാ ഫോൺ വിളിക്കുന്നത്? ആ നിമിഷം തന്നെ അവൻ ആ ഫോൺ സൈലൻ്റാക്കി. ഉമ്മ കൂടെ അറിയണ്ട. ഇനി ഫസീലത്തയോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു പക്ഷേ ഫസീലത്ത എന്ത് വിചാരിക്കും എനിക്കറിയുന്നില്ല. എന്നാൽ അപ്പോൾ തന്നെ അതാ ഒരു വോയിസ് മെസ്സേജും അതിലേക്ക് വരുന്നു. ഷമ്മാസ് ആ ഒരു വോയിസ് കേട്ടു. ഹലോ ഇക്ക, എവിടെ നിങ്ങൾ? പിന്നുണ്ടല്ലോ, ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിട്ടോ. നിങ്ങൾ കൊണ്ടുവന്ന കാർഡിൽ പോസിറ്റീവാണ്, മാഷാ അല്ലാ. എന്നാൽ ആ ഒരു മെസ്സേജ് റീഡ് ചെയ്ത ഷമ്മാസിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അതെ, ഫസീലത്ത, എൻ്റെ നവാസ്കയുടെ. എന്തായിരിക്കും ഷമ്മാസ് അറിഞ്ഞത്? എന്തായിരിക്കും ഫസീലത്ത പറഞ്ഞത്? എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ കമൻ്റായിട്ട് രേഖപ്പെടുത്തൂ. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.